നല്ല ആമ്പിള്ളേരാണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. അങ്ങനെ പറ, ഞങ്ങൾ റെഡിയാ. നിങ്ങളുടെ പിള്ളേര് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് പറയാമാവാ. എടാ റൗഡി പിള്ളേരെ, ധൈര്യം ഉണ്ട് ഞങ്ങളുടെ കൂടെ കളിക്കാൻ വേടാ. നാണമില്ലടാ പെണ്ണുങ്ങളുടെ കൂടെ പോയി മുട്ടാന്. ബ്രദർ, വഴക്കിന് വന്നത് അവര്, ചൂടായി സംസാരിച്ചതും അവര്. വഴക്കുണ്ടാക്കിയവരോടല്ലേ വഴക്കൂടേണ്ടത്, അതല്ലയോ ന്യായം? അത് ശരിയാ. എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തോന്നാ മാവാ? ഓക്കെ, അപ്പൊ നിങ്ങൾ കളിക്കാൻ റെഡിയാണല്ലേ? അല്ലറാതെ പറയാ മാവാ. ഒരു കണ്ടീഷൻ ഉണ്ട്, അതിന് തയ്യാറാണോ? കണ്ടീഷൻ പറ. എന്താ മാവാ പെണ്ണുങ്ങളോട് കബഡി കളിച്ചിട്ട് എന്താ കുഴപ്പം? ഒന്നും പേടിക്കണ്ട, തൊടാൻ പാടില്ലാത്തടത്ത് തൊടാതെ സൂക്ഷിച്ച് കളിച്ചോളാം. മോനെ, നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ കളിക്കിടയിൽ ബായെന്ന് പാതിയിൽ വെച്ച് ഓടരുത്. കളി തീരുന്നത് വരെ നീ നിന്ന് കളിച്ചോണം. അതിന് ധൈര്യം ഉണ്ടോ നിനക്ക്? എങ്കി വേണം. മക്കളെ, നിങ്ങളെന്താ പേടിച്ചു? ഇല്ലല്ല, നിങ്ങൾ പേടിക്കില്ലെന്നറിയാം. കാരണം നിങ്ങൾ എൻ്റെ മക്കളാ. ചെറിയ നാണക്കേടാണെന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ടല്ലേ? 100 വർഷത്തോളമായി ഈ പെൺപിള്ളേരെ എല്ലാം അടിമയാക്കി വെച്ചിരിക്കുകയാണ് ഈ ആൺപിള്ളേര്. ഇപ്പോഴാണ് ആ സ്ഥിതിയൊക്കെ മാറി പെൺപിള്ളേര് കുറേശ്ശെയായി പുറത്തേക്കൊക്കെ വരുന്നത്. പഠിക്കുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, ഇപ്പൊ കളിക്കാനും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെ കളിയാക്കുന്ന പോക്കരികളെ നമ്മൾ വെറുതെ വിട്ടു എന്ന് വിചാരിച്ചോ? വീണ്ടും നാളെ ഇവരെല്ലാം നിങ്ങളെ അടുക്കളയിലോട്ടാക്കി തരും. ഇപ്പോ നിങ്ങൾ കളിക്കാൻ പോകുന്ന കളിയില് നിങ്ങൾ കൊടുക്കുന്ന ഓരോ അടിയും അവരെ ചെരുപ്പൂരി അടിക്കുന്ന പോലെ ആയിരിക്കണം. അവരിങ്ങോട്ട് കളിച്ചു വരുമ്പോ നിങ്ങളെ എവിടെ തൊടാൻ വരുന്നോ അതിന് 1 സെക്കൻഡ് മുമ്പായി ആ നായ്ക്കളെ ഈ ഗ്രൗണ്ടിൽ നിന്ന് വെളിയിലെറിയണം. അതുപോലെ നിങ്ങൾ അങ്ങോട്ട് കളിച്ചു ചെല്ലുമ്പോ അവരും വെറുതെ വിടില്ല. അവന്റെ കൈ വരും, അവൻ നിങ്ങളുടെ ശരീരത്തിൽ തൊടുന്നതിന് 1 സെക്കൻഡ് മുൻപായി നിങ്ങളുടെ കാലവന്റെ മുഖത്തിരിക്കണം.